റാൻഡം പ്ലേസ്. പാമ്പെങ്ങാനും കടിച്ചിട്ടില്ല. എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. എവിടെ മൂത്രമൊഴിക്കും? നേരെ അങ്ങോട്ട് കേട്ടോ. നീ അങ്ങോട്ടാണോ പോയെ? ഈ റോട്ടിലൊന്നും ആരും വരുന്നില്ല. ലൂസ് ഉണ്ട് ഹാൻഡിൽ ബാർ. ചില സമയത്ത് എനിക്ക് ലൂസ് ഉണ്ടോ? എനിക്കൊരു വോബ്ലിംഗ് തോന്നുന്നുണ്ട് ഇടയ്ക്ക്. ലെഫ്റ്റിലേക്കാ? ഇപ്പോൾ അത്യാവശ്യം സ്പീഡിലാണ് വന്നത്. അതെ അതെ, 100 മിനിമം പിടിച്ചിന്. നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചേ ഹോട്ടൽ ഗന്ധർവ് പാലസ്. ദോശയിൽ മധുര. ഒബ്വിയസ്ലി ഇവിടെ വന്നിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഡേറ്റിൽ കിട്ടാതെ. നല്ല വ്യൂ റെക്കോർഡ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മെമ്മറി കാർഡ് ഫുള്ളായി. എനിക്കിവിടെ കാലത്തൊന്നും ഇല്ല സ്റ്റാൻഡ് ഇടാനും പറ്റുന്നില്ല. ഞാനൊരു കാലിൽ ഇങ്ങനെ നിൽക്കാൻ നോക്കാം. ഒറ്റക്കാലിൽ ബാലൻസ് ചെയ്യാൻ പഠിക്കാൻ നോക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ഇൻ ദി മിഡിൽ ഓഫ് നോവർ നിർത്തിയിട്ടുണ്ടല്ലേ. ഞാൻ എപ്പോഴും അവിടെ കുത്തി വെച്ചേക്കുന്ന കീ എടുക്കാൻ മറന്നു. പ്രാണി ആത്മഹത്യ സീക്വൻസി പ്ലെൻറ്റി. ഇത് മാറ്റിയിട്ട് ഫ്രണ്ടിൽ വെക്കണം. ബോർഡ് മെയിൻ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ്. ഫോൺ എടുത്തിനാ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നോക്കറാ. ആ എടുത്തു. നിങ്ങളെടുത്തില്ലേ? ഇല്ല. ഇതിനെ കൊണ്ട് നടത്തിപ്പിക്കരുത്. റാൻഡം പ്ലേസ് ടു റെസ്റ്റ്. നല്ലൊരു സ്ഥലം തോന്നല്ലോ. അതെയോ? ഒബ്വിയസ്ലി ആയിരിക്കും. നല്ലൊരു സ്ഥലമായിരിക്കും. എന്താ ഭംഗിയല്ലേ. നമ്മുടെ വണ്ടിയല്ലേ? നമ്മുടെ വണ്ടി ആയതുകൊണ്ട് പറയല്ല. സന്തോഷായിടാ. എനിക്ക് നല്ല സന്തോഷമായി. ഒരാൾ ഉറങ്ങിയിട്ട് കൂർക്കം വിളിക്കുന്നുണ്ട് ഇവിടെ കിടന്നിട്ട്. റാൻഡം പ്ലേസ്. പാമ്പെങ്ങാനും കടിച്ചിട്ടില്ല. സോയാ എടാ ഇടീക്കടോ. അപ്പോൾ ശരി ഗൈസ്, നമ്മളിവിടുന്ന് പോയിട്ട് നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു. 5 മിനിറ്റാ? 15 മിനിറ്റ്? 15 മിനിറ്റ് ഉണ്ടാവും. നല്ല സ്ഥലം, നല്ല ചൂടുണ്ട്. അപ്പോൾ വാ പോലെ ബാക്കി കോമഡിക്കണ്ടേ നമുക്ക്. എത്ര മണിക്കാണ് കാണിക്കുന്നത് ഇപ്പോൾ? 6 മണി. 6 മണി 5:20. വാ നമുക്കിടന്ന് ഓടി രക്ഷപ്പെടാം. ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇവൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ സുഡോക്ക് കളിച്ചുകൊണ്ടിരുന്നു. എന്തൊരു കൂർക്കം വലിയാന്ന് കുട്ടാ. കൂർക്കം വലിയൊന്നുമില്ല, ഞാൻ കേട്ടില്ലല്ലോ. അതൊക്കെ കള്ളന്മാര് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. ഉറവങ്കരേ മിസ്റ്റർ ടാങ്കി ഓൺലൈൻ ഖോൺ. നീ പണ്ട് എന്നെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു.
ഞാൻ കുറേ കാലമായി കളിക്കാറ്. ലൈൻ അടിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ലൈനടിച്ചില്ലേ? ലൈനടിച്ചില്ലേ? അതുകൊണ്ട് അപ്പോൾ പിന്നെ കാര്യം ഉണ്ടായില്ലേ? എന്ത് ലൈൻ അടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ട്രിപ്പ് പോവാ. ആ തന്നെ. നിന്റെ ഭാര്യ ഇങ്ങനെ ട്രിപ്പ് ഹോളിക്ക് അല്ലെങ്കിലോ മൂഞ്ചി. ഞാനിപ്പോ നിന്റെ അതേ വഴി ആയതുകൊണ്ടല്ലേ. അല്ല എൻ്റെ അതേ വൈകൊന്നല്ല കേട്ടോ. പിന്നെ അങ്ങനെയാണ് നീ ഏത് ഹോട്ടലാണെങ്കിലും ബാ കഴിക്കാന്ന് പറഞ്ഞു. അതെ, നിന്റെ പൈസ ഞാൻ സേവ് ചെയ്യുന്നല്ലേ. അതെ അതെ, നീ ഇങ്ങനെയൊന്നും സേവ് ചെയ്യല്ലേ. ഞാൻ ചെയ്യടാ, ഞാൻ സേവ് ചെയ്യും. നമ്മളെല്ലാം എടുത്തിട്ടടാ. ആ നോക്കണം കേട്ടോ. ജാവോ അങ്ങനെ ചാവൊക്കെ ചാവ നല്ല പോണെന്ന്. യാ എന്തേലും വേണം നിനക്ക്? 10 റുപ്യ ഉള്ളു. ആ ഇവിടെ ഗൂഗിൾ പേ എടുക്കില്ല. നെറ്റൊന്നും കിട്ടിയില്ലടാ ഇടാ. വാവ്, മൺസൂണിൽ നീ ആലോചിച്ച് നോക്കേ. और क्या है? कोका में नींबू शरबत है, മുരിമുള്ളുണ്ട്. छाछ है, छाछ बटर मिल्क, മുരിമുള്ള വേണം. नींबू पानी है, एक छाछ और एक कोकम शरबत कीजिए. ഇത് എന്തിന്റെ ശർബത്താ? മറ്റേത് കുടംപുളി. കുടംപുളി. ഷേ തോന്നുന്നു. ദിസ് കക്കടി ആയിക്കോട്ടെ. एक ये भी पड़ेगा. ब्लॉग शूट कर दो जी. हाँ ब्लॉग है. मधुर ഉണ്ട്. क्या चैनल का नाम है? മല്ലു റൈഡർ ഗേൾ. ചാനൽ നമുക്കില്ലേ കൂടി ഇങ്ങനെ ക്രോസ് ആയിട്ട് പോയല്ലോ. ഹിമാലയനല്ലേ പോക്കോ പറ്റൂടാ, പക്ഷേ ഇതിൽ കൂടി ഗ്യാപ്പ്. ഷോ അല്ലെങ്കിൽ നീ പോയനല്ലേ. പിന്നെ ഒരു അടുത്തള്ള എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത്. എവിടെ മൂത്രമൊഴിക്കും? നേരെ അങ്ങോട്ട് കേട്ടോ. നീ അങ്ങോട്ടാണോ പോയെ? ആ ഞാൻ ഈ റോട്ടിലൊന്നും ആരും വരുന്നില്ല. ഇല്ല ഇല്ല കുഴപ്പം. അവിടെ ഒരു വീടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇതാ ഇങ്ങോട്ടേക്ക് താഴേക്ക് പോവാ. നിനക്ക് മറ്റേ ആ കപ്പ് വേണോ? കപ്പല്ല നിന്റെ. അത് വെച്ച് ചെയ്യാൻ പറ്റില്ല, ഈ ഡ്രസ്സ് കുറച്ച് ടൈറ്റുള്ള. ഓക്കെ എന്നാ പോയിട്ട് ബാ. പോയിട്ടോ, ധൈര്യമാ പോയിട്ട് വാ. സീരിയസ്ലി പോയിട്ട് വാ. ആ ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് പോയാൽ മതി, കുറച്ചുകൂടി ഉള്ളോട്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? പബ്ലിക് യൂറിനേഷൻ. എന്നാൽ പ്രൈവറ്റ് സെക്ടർ യൂറിനേഷൻ എങ്ങനെയുണ്ട്? ഓപ്പൺ എയറിൽ പോകാൻ നല്ല സുഖമുണ്ടല്ലേ? യു പ്രിവിലേജ്ഡ് ബോയ്സ്. യാ 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 ഖമാൻ. സന്തോഷമായില്ലേ? ഇറ്റ്സ് ബീൻ, ഞാൻ ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ ഓപ്പൺ എയർ. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? യാ ദാറ്റ്സ് നൈസ്. കുഞ്ഞിലൊക്കെ നമ്മൾ വഴിയിലൊക്കെ ആ ഒരു സമയത്തല്ലാതെ ഓപ്പൺ എയർ ആയി. നൈസ് നൈസ്. ഇവിടാ എൻ്റെ അടുത്ത് മറ്റേ പി സേഫിൻ്റെ സ്റ്റാൻഡ് ആൻഡ് പി ഉണ്ട്, പക്ഷെ അത് ഈ റൈഡിങ് ജാക്കറ്റിൽ അത്ര ഓക്കെ അല്ല. ബാത്റൂമിന്നൊക്കെ അതൊക്കെ ആയിരിക്കും. യാ ബാത്റൂമിലൊക്കെയാണ്. പിന്നെ ഒന്നാമത് നമ്മളിത് താഴ്ത്തണമല്ലോ അത് വെക്കണമെങ്കിലും. സോ എല്ലാ പാർട്ടും എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ പിന്നെ നിന്നിട്ട് മൂത്രമൊഴിക്കുന്ന ഇരുന്നിട്ട്. പി സേഫിൻ്റെ സ്റ്റാൻഡ് ആൻഡ് പി എപ്പോഴാണ് യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മളിപ്പം ക്ലീൻ അല്ലാത്ത ടോയ്ലറ്റ്സ് ഉണ്ടാവില്ലേ, ടോയ്ലറ്റ് സീറ്റൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടുള്ള സംഭവം, അവിടെ നമുക്ക് സ്റ്റാൻഡ് ആൻഡ് പി ചെയ്യാം. പിന്നെ ക്ലോസ്ഡ് എൻവയോൺമെൻറ്റ്. അതർവൈസ് വി ഹാവ് ടു താഴേക്ക് ഈ സാധനങ്ങളൊക്കെ ആക്കണം. എന്നിട്ട് നമുക്ക് വഴിയിൽ സ്റ്റാൻഡ് ആൻഡ് പി ഈസ് നോട്ട് ഗുഡ്. ഐ മീൻ നിന്നിട്ട് നമുക്ക് മൂത്രമൊഴിക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും പറ്റില്ല. ടോയ്ലറ്റ് വൃത്തിയില്ലെങ്കിൽ യു ക്യാൻ യൂസ് സ്റ്റാൻഡ് ആൻഡ് പി. യാ ചലോ ഗോവ. ചാല പോവാ.
എങ്ങനെയുണ്ട്? പിന്നെ ഇവിടെ ഡ്രസ്സിംഗ് റൂം ഉണ്ടോ? ഇല്ല. ഇനി ഇവര് വാഴയിലേക്ക് ഇവിടെ നിന്ന് സമർപ്പിക്കുന്ന നിന്നെ വേണമെന്ന് ചെയ്യട്ടെ വാഴയിട്ട്. ഒടിഞ്ഞു കുത്തി നിൽക്കാതെടോ. എനർജി ഒക്കെ തീർന്നാണോ? വരും റൂം. ഹൗ ആം ഐ ലുക്കിംഗ് ഗൈസ്? എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത്രയും നാളെ നിങ്ങൾ റൈഡിങ് ഗിയറിലും മറ്റേ പഴയ കാർഗോയിലും അല്ലേ കണ്ടിട്ടുള്ളൂ. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഗോവയിലെത്തി നിൽക്കുകയാണ്. സോ ആ റൂമൊക്കെ സെറ്റായി. റൂമിൻ്റെ ഒക്കെ വിശേഷം നാളെ പറയാം. ഇപ്പം നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോവാണ്. ഇവിടെ അടുത്താണ് കാൻഡോളിംഗ് ബീച്ച്. സോ ബാ നമുക്ക് പോവാം. ഇവിടെ സാധനങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. ഫുള്ള് മെസ്സായി കിടക്കുന്നുണ്ട്. നമുക്ക് പോകാൻ വന്നാൽ ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തിട്ട് വരാം. ഇത്രയും ദിവസത്തെ റൈഡിൻ്റെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ബാ നമ്മൾ ഇവിടുന്ന് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ സൗത്ത് ഗോവയിലാണ്. ഇവിടുത്തെ നോർത്ത് ഗോവയിലാണ്. ഇവിടുത്തെ കാൻഡോലിം പിന്നെ കല്ലാങ്കുട്ട് ബാഗ എല്ലാം കണക്റ്റഡ് ആവും. അതുകൊണ്ട് ഏത് ബീച്ചാണെന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ അവിടെ പോയിട്ട് ഏതാന്ന് പറഞ്ഞുതരാട്ടാ. ബാ ബീച്ചാണല്ലോ ഇതല്ലേ നമ്മുടെ ഇതിന്റെ ഇത് അല്ല ഹോട്ടലിലേക്കുള്ള കീല്ലേ കാർഡമൻ തന്നെ. ഈ വഴി നേരെ പോയിക്കുന്നേ ബീച്ച് എന്നെടുക്കുന്നു. നിന്റെതല്ല നിന്റെ നിന്റെതല്ല നിന്റെ നമുക്ക് അപ്പുറത്ത് പോകാം. പിന്നെ വാങ്ങും. ഒന്നും വേണ്ട. അങ്ങാടെ കാണുന്നതാണ് ഗോവ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ. ജിപ്സി. കണ്ട എനിക്കൊരു വയറു വേദന എടുക്കുന്നു. ഫുഡ് അടിച്ചിട്ടാണോ? ഗ്യാസ് അവിടെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ. ഹോട്ടലായിരിക്കും. ഓ ഈ കാണുന്നതാണ് പഴയ കാർ. ഇപ്പൊ തുരുമ്പെടുത്തു, ഓടൂല. അതുകൊണ്ട് ഇവിടെ പ്രതിമ പോലെ വെച്ചു. അതെ. ഏത് എൻട്രൻസ്? ശരിക്കും ഇത് പ്രതിമയല്ല, ഇതന്നെ നേരെ. വെൽക്കം കാൻഡോലിം. ഇവിടുന്ന് ഫോട്ടോ എടുക്കണോ ബീച്ച് എടുക്കല്ലേ? എല്ലാം അടച്ചല്ലേ. വൈകുന്നേരം വരണം. ഇപ്പൊ പോയി കൊമരമ്മേ. തിരക്കൊന്നുമില്ല, ആൾക്കാരൊക്കെ പോവാണ്. എന്റെ വരും നീ സംസാരിക്കുമ്പോ മര്യാദക്ക് സംസാരിക്കേ. ഇൻ ദി സെൻസ് ആൾക്കാരത് മോശമായിട്ട് വിചാരിക്കും. റൂമിൽ ആരും ഇല്ലാന്നില്ല. ഹിന്ദി എന്താ? അതന്നെ, ഇവിടെ റൂമിൽ ആരും ഇല്ലെന്നാണോ? ഷോപ്പിൽ ആരും ഇല്ലെന്നല്ലേ ഇതാ ഉദ്ദേശിച്ച്? ഷോപ്പിന്റെ റൂം അല്ലേ. നടക്കുമ്പോ എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടോടാ? ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇത് നമ്മുടെ ബാഗ ബീച്ചിലേക്ക് പോകുന്ന റൂട്ടിലുണ്ടല്ലോടാ. എല്ലാ ബീച്ചും കണക്റ്റഡ് ആണോ? വെറുതെ ആളെ പറ്റിയിരിക്കുക. വീടിന് ഒരു ഫോട്ടോ എടുത്താലോ? അവിടെ കുറെ ലൈറ്റ് ഒക്കെ കണ്ടില്ലേ? ലൈറ്റിലിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നീ ലൈറ്റ് ഉണ്ട്, ഇവിടെ പച്ച ലൈറ്റ് ഉണ്ട്. ഏതാ നമുക്ക് ഇഷ്ടം? ഏത് ഇഷ്ടമായിട്ടാ? ഏത് ഇഷ്ടമായിട്ടാ? ഇട്ടത്തിന് ഫോട്ടോ എടുത്തരാ. ഇരട്ടത്തല്ലേ? ഇത് നല്ല ഉണ്ടാവും, അതും നല്ല ഉണ്ടാവും. നടുവേദന എടുക്കും സത്യം. ഇങ്ങോട്ട് നോക്കൂ. അതുവഴിയാണ് നമ്മൾ വന്നേ. അറേബ്യൻ ഷാക്കിന്റെ സൈഡിൽ കൂടി. അവരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ? എനിക്ക് നടക്കാൻ അറിയുന്നില്ലടാ. ഏതാടാ വഴി? ഇതല്ല, നമ്മൾ അപ്പുറത്തേക്ക് കൂടി നമ്മൾ ഇതുവഴി വന്നില്ല. നമ്മള് കുറച്ചു നേരം നടന്നിനേ. ഇല്ല,
അതാണ് വഴി. അത് അവര് പോകുന്ന വഴിയുണ്ടല്ലേ, അപ്പുറത്താണ് വഴി. ഐ ടോൾഡ്. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യോ? നിന്നെ ഞാൻ എന്റെ വീഡിയോ ഒന്ന് കട്ട് ചെയ്യും. ആ എന്നെ ഇല്ലല്ലോ. ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ആണല്ലേ, വീഡിയോ എടുത്തോട്ടെ ചേട്ടാ. ഞാൻ പറഞ്ഞപ്പോ നിനക്ക് പുച്ഛം. ഇല്ലടാ, പുച്ഛിച്ച് തള്ളി. കൂടി എടുത്തു കഴിഞ്ഞാല് നീ നടക്കുന്ന വീഡിയോ കിട്ടില്ലല്ലോ. രശ്മികമന്ദനം. ഇപ്പൊ സമയം 11:31. സോ ഞങ്ങൾ കാൻഡോലിം ബീച്ചിൽ പോയി. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. വൈകുന്നേരം ഫുഡ് കഴിച്ചായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയിരുന്ന് ചുമ്മാ തിരയേണ്ടി കളിച്ചു. വേറെ ഒന്നും ചെയ്തിട്ട്. മച്ച് നീഡഡ് ആ ഒരു ബ്രേക്ക് ലൈഫിൽ. പ്രത്യേകിച്ച് ഈ ഒരു മാസമായിട്ട് കണ്ടിന്യൂസ് ബൈക്ക് റൈഡിൻ്റെ ഇടയിൽ ആ 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ദാറ്റ് വാസ് റിയലി നീഡഡ്. കുറച്ച് നേരം കിടന്നു ബീച്ചിൽ. ഐ ഫെൽറ്റ് റിയലി റിലാക്സ്ഡ് ആഫ്റ്റർ ദാറ്റ്. സോ നാളെ രാവിലെ സൺറൈസ് കാണാൻ പോകണം. പക്ഷേ ഐ എം ഹെവിലി ടയേർഡ്. സോ പോവില്ലയോ എന്നുള്ള കാര്യം അറിയില്ല. സൺറൈസ് കാണാൻ ഇൻ ദ സെൻസ് രാവിലെ തിരക്കില്ലാത്ത ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോകണം. സോ ദാറ്റ്സ് ദ പ്ലാൻ. സോ യാ, ലെറ്റ്സ് സീ. ബൈ ദെൻ, ഗുഡ് നൈറ്റ്.